പറഞ്ഞു ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അനിയത്തിമാരായിട്ടാണ്, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അനിയത്തിമാരായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കോംപ്രമൈസിലോട്ട് വരാം. പക്ഷെ നീ കള്ളം പറഞ്ഞാൽ എനിക്കത് നിയമത്തിന്റെ രീതിയിലോട്ട് പോകേണ്ട വരും ഞാൻ അവരോട് പറഞ്ഞു. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ചേച്ചി ഇതിനകത്ത് നിയമത്തിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, നമ്മൾ സത്യമാണ് പറയുന്നത്, വെറും ഒരു 500-2000 രൂപയൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ, അതിൽ കൂടെ എടുത്തില്ല, അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു ശരി, അപ്പൊ നിങ്ങൾക്ക് സത്യം പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇടാം, ഇതുപോലെ കടയിൽ വന്ന് പർച്ചേസ് ചെയ്ത ആരെങ്കിലും വേറെ സ്റ്റാഫുകളുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് പേയ്മെന്റ് കൊടുത്തോ എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഞാൻ ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞു. പറഞ്ഞതും ഈ പേരും അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ നമ്പേഴ്സിലും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു കാലി വീഴാം, അങ്ങനെ ഒരു സ്റ്റോറി ഇടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടാൽ ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ അവര് പറഞ്ഞു അല്ല ആദ്യം അങ്ങനെ ഇട, നമ്മുടെ കുടുംബക്കാരൊക്കെ നമ്മൾ കള്ളികളാന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കള്ളികളല്ലല്ലോ, കുടുംബക്കാർ ചോദിക്കുമ്പോ പറയണം അത് വേറെ ആരെയോ പറ്റി ഇട്ടതാന്ന് പറയണം എന്ന് പറഞ്ഞു. സ്റ്റോറി ഇട്ടതും ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല, എനിക്ക് എന്റെ OYOC അക്കൗണ്ടിൽ ഞാൻ റീഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ദിയാ കൃഷ്ണയിലും ഉണ്ടായിരുന്നു. രണ്ടിലും ഒരു എന്താ പറയുക, ഒരു വേവ് എന്ന് പറയുന്ന പോലെ അത്രയ്ക്കാണ് ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് വിത്ത് സ്ക്രീൻഷോട്ട്. നമ്മൾ കടയിൽ വന്നപ്പോ ഇതുപോലെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഇത് QR കോഡ് വർക്ക് ആവുന്നില്ല, കുറച്ച് നാളായിട്ട് എററാണ്, നിങ്ങൾ പൈസ ഇട്ട നിങ്ങളുടെ പൈസ പോകും, അതുകൊണ്ട് നമ്മുടെയിലോട്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞാണ് പലരും. ഇവര് ചിലവര് ക്യാഷ് തരുമ്പോൾ പറയും ക്യാഷ് വേണ്ട QR മതി, ചിലവരോട് മേ ബി ഇവർക്ക് ക്യാഷ് ലിക്വിഡ് ക്യാഷിന് ആവശ്യം വരുമ്പോൾ ഇവർ നേരെ തിരിച്ചായിരുന്നു പറയുന്നത് ക്യാഷ് മതി, ഇവിടെ QR കോഡ് വർക്ക് ആവുന്നില്ല. അങ്ങനെ ചിലവരെ കൊണ്ട് ATM ഇവർ പറഞ്ഞു വിട്ട് ക്യാഷ് മേടിച്ച് റോഡിൽ പോയി നിന്ന് ഇവർ ക്യാഷ് മേടിക്കുമായിരുന്നു. കാര്യം അതാവുമ്പോൾ നമ്മുടെ CCTV ഫുട്ടേജിൽ കിട്ടത്തില്ല. അപ്പൊ ഇവരത് പ്ലാൻ ചെയ്ത് ചെയ്യിപ്പിക്കുന്നത് ചില കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ഒരു ഏപ്രിൽ വരെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പല ദിവസങ്ങളും. ഞാൻ ഇവരെയാണ് ഏറ്റവും ഫസ്റ്റ് രാവിലെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നത്, എനിക്കിന്ന് വയ്യ, CCTV നോക്കി എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അവിടെ കൃത്യമായി ചെയ്യണം, വൃത്തിയാക്കണം, പെരുമാറണം, ഇതെല്ലാം ഞാൻ വിളിച്ച് പറയുമ്പോൾ മേ ബി ഇവരുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായിരിക്കാം. ഓക്കെ കിടക്കുക, അപ്പൊ ഇന്ന് ലൂട്ട് ചെയ്യാം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരിക്കാം. പിന്നെ ഹസ്ബൻഡ് IT-യിലാണ് വർക്ക് ചെയ്യുന്നത്, പുള്ളി ഈ ബിസിനസ്സുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്നെ ജസ്റ്റ് വെബ്സൈറ്റിന്റെ കാര്യത്തിൽ കുറച്ച് ടെക്നിക്കൽ പരമായ സഹായം ചെയ്യുന്നു എന്നുള്ളത്, പുള്ളിക്കും ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. ബിക്കോസ് ഉച്ച 2 തൊട്ട് ഇതിന്റെ പിന്നാലെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ വീട്ടിലുള്ള ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടും പ്ലസ് ഞാൻ കണ്ടായിരുന്നു. ആ വീഡിയോ ആണ് സർവ്വ തെളിവും വെളിക്കൊണ്ടത്. അവരുടെ ഭാഗം കാണിച്ചുവിടണം. സ്വാഭാവികമായിട്ടും പണം പോയ ഒരാൾ ചീത്ത വിളിക്കും, ഞാനാണെങ്കിൽ വിളിക്കും. ഇവിടെ അതിനകത്ത് രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. ഞാൻ ചോദിച്ചോട്ടെ, പണം നഷ്ടപ്പെട്ട വേദന മനസ്സിലാക്കണമെങ്കിൽ പണം പോയവരോട് തന്നെ ചോദിക്കണം. അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ലോണും എടുത്ത് ഒരു ബിസിനസ് തുടങ്ങുന്നു, അന്ന് ആലോചിക്കണം നമ്മുടെ വീട്ടിൽ അത്രയ്ക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ കുറച്ച് പോട്ടെ.